Hi all, welcome to Axonoid Learning Online Classes. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. നമ്മൾ 1 തൊട്ട് 5 വരെ സെക്ഷൻ എയിൽ വരുന്ന 1 തൊട്ട് 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 6 തൊട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. 1 തൊട്ട് 5 ക്വസ്റ്റ്യൻസിൽ വരെ നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ ഫോർമുലയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ പഠിച്ചല്ലേ നമ്മൾ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ E is equal to F/Q ആണ്. എക്സ്പ്ലനേഷൻ താഴെ ഉണ്ട് കേട്ടോ ഓരോ ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഓപ്ഷൻസ് തരും. ഓപ്ഷൻ എ എന്താണ്? T minus 3a raised to minus 1 and B ml t raised to minus 2a and C ml t raised to minus 3a raised to minus 1 and D ml square t raised to minus 1 a raised to minus 1 എന്നാണ്. minus 2 minus 1. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല? സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കാണണം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. E is equal to എന്താണ്? E is equal to F/Q ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഫോഴ്സ് ബൈ ചാർജ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇനി ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയണം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ml t raised to minus 1 ആണ്. അതായത് ml t raised to minus 2 ആണ്. -2 ആണ് എന്തിൻ്റെ? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. ഇനി നമുക്ക് എന്തിൻ്റെ അറിയണം? ചാർജിൻ്റെ ഡയമെൻഷൻ അറിയണം. ചാർജിൻ്റെ ഡയമെൻഷൻ എന്താണ്? AT ആണ് കേട്ടോ. ആംപിയർ ടൈം. ഓക്കെ, അപ്പോൾ ഫോഴ്സിൻ്റെ ml t raised to minus 2, അതുപോലെ ചാർജിൻ്റെ AT ആണ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? E ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ml t raised to minus 2 ബൈ എന്ത് ചെയ്യുക? AT ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഈ എ എന്ത് ചെയ്യും? മുകളിലോട്ട് പോവും. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? എയും ടിയും മുകളിലോട്ട് പോയില്ലേ? അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താകും? ഇങ്ങനെയാണ് വരിക. ml t raised to minus 2 ഡിവൈഡഡ് ബൈ AT എന്നല്ലേ പോകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? ml t raised to minus 2 പിന്നെ താഴെയുള്ള ടിയും -3 കിട്ടും ആൻഡ് a raised to minus 1 കിട്ടും. ഇതാണ് എന്തിൻ്റെ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ എന്താണ്? ml t raised to minus 3 a raised to minus 1. ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. ml t raised to minus 3 a raised to minus 1. ഇതാണ് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ തന്നെ ചോദിക്കണമെന്നില്ല കേട്ടോ. നമുക്ക് വേറെ വെച്ചിട്ട് ചോദിക്കാം. MCQ ടൈപ്പ് അല്ലേ? നമുക്ക് വേറെ ഏതിൻ്റെ ഡയമെൻഷൻ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം, അല്ലെങ്കിൽ എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ബൈ എ ബാറ്ററി ആൻഡ് ദ ബാറ്ററി ഈസ് ഡിസ്കണക്റ്റഡ് ആൻഡ് ദ പ്ലേറ്റ് സെപ്പറേഷൻ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് വിൽ നൗ. അതായത് നമ്മളോട് ചോദിച്ചത് എന്താണ്? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ ബാറ്ററി വെച്ചിട്ട് ചാർജ് ചെയ്യുമ്പം ആ ബാറ്ററി എന്ത് ചെയ്തു? ഡിസ്കണക്ട് ചെയ്തപ്പോൾ പ്ലേറ്റിൻ്റെ സെപ്പറേഷൻ എന്തായി? ഇൻക്രീസ് ആയി. അപ്പം അവിടെ ഉണ്ടാകുന്ന ആ പ്ലേറ്റ്സിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചത്. എന്താണ്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ബാറ്ററി വെച്ചിട്ട് ചാർജ് ചെയ്തപ്പോൾ നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുമ്പം ആ പ്ലേറ്റിൻ്റെ സെപ്പറേഷൻ എന്തായിരിക്കും? ഇൻക്രീസ് ആവും. ഇൻക്രീസ് ചെയ്യുമ്പം അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കാണാനല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്താ സംഭവിക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചത്. എന്തായിരിക്കും? 7ാമത്തെ നോക്കട്ടോ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ്, ബാറ്ററി ഈസ് ഡിസ്കണക്റ്റഡ്. നമ്മൾ പറഞ്ഞു എന്താണ്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് ബാറ്ററി വെച്ചിട്ട് ചാർജ് ചെയ്യാം. ബാറ്ററി വെച്ചിട്ട് ചാർജ് ചെയ്താലും ആ ബാറ്ററി ഞാൻ എന്ത് ചെയ്തു? ഡിസ്കണക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഡിസ്കണക്ട് ചെയ്താലും ചാർജ് എന്തായിരിക്കും മക്കളെ? ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് ദ പ്ലേറ്റ് സെപ്പറേഷൻ ഈസ് ഇൻക്രീസ്ഡ്. നമ്മൾ കപ്പാസിറ്റൻസ് പഠിച്ചല്ലേ? കപ്പാസിറ്റർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ചതാണ്. അപ്പോൾ കപ്പാസിറ്റൻസ് എന്തായിരുന്നു? C is equal to epsilon 0 a by d എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്തായിരിക്കും?
അവിടെ എന്താണ് ഇക്വേഷൻ പ്രകാരം ഡി ഡിഗ്രീസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഡി ഡിഗ്രീസ് ചെയ്യുമ്പം ഇക്വേഷൻ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, ഇക്വേഷൻ പ്രകാരം ഡിഗ്രീസ് ആവും. എന്തുകൊണ്ട്? ഡി ഇൻക്രീസ് ആവുമ്പോൾ. മനസ്സിലായോ? അതായത് നമ്മൾ പറഞ്ഞു ചാർജ് ചെയ്യാണ്, ബാറ്ററി വെച്ചിട്ട് ചാർജ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ബാറ്ററി എടുത്ത് ഒഴിവാക്കുക. ബാറ്ററി എടുത്ത് ഒഴിവാക്കുമ്പോൾ അതിൻ്റെ ചാർജിന് എന്ത് സംഭവിക്കും എന്നായിരുന്നു ചോദിച്ചത്. ചാർജിന് എന്ത് സംഭവിക്കും? പക്ഷേ ആ പാരലൽ പ്ലേറ്റിൻ്റെ സെപ്പറേഷൻ എന്തായിരിക്കും? അവിടെ കൂടുതലായിരിക്കും. സെപ്പറേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റിൻ്റെ സെപ്പറേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥം? ഡിസ്റ്റൻസ് കൂടുക എന്നല്ലേ? എടാ ഇതാണ് ഇപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇതിൻ്റെ സെപ്പറേഷൻ്റെ ഡിസ്റ്റൻസ് ആണ് ഇവിടെ കൂടുന്നത്. സെപ്പറേഷൻ ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്റ്റൻസ് ആയിരിക്കും എന്താവുക? ഇൻക്രീസ് ആവുക. അപ്പോൾ ഇക്വേഷൻ പ്രകാരം നമ്മളുടെ ഡി ഇൻക്രീസ് ആയ എന്തായിരിക്കും? സി എന്തായിരിക്കും മക്കളെ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു വേറൊരു ഇക്വേഷൻ പൊട്ടൻഷ്യൽ കാണാനല്ലേ. അപ്പോൾ അതുപോലെ ഒരു ഇക്വേഷനാണ്. നമ്മൾ അതിൽ ആർ ഇൻക്രീസ് ചെയ്യുമ്പം വിക്ക് എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞത്. ഇതിൽ ഡി എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പം കപ്പാസിറ്റൻസ് എന്തായിരിക്കും? കുറയും. ഓക്കെ, കുറയുമ്പം അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? കൂടും. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു, ഇതൊക്കെ നമ്മൾ പഠിച്ചാട്ടോ. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എന്താ? വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി ആണ്. ഇങ്ങനെ എഴുതിയാലോ അങ്ങനെ എഴുതിയാലോ ഒക്കെ കണക്കാട്ടോ. ക്യൂ ഈസ് ഈക്വൽ ടു സി എന്ന് എഴുതി. അപ്പം പറഞ്ഞു നമുക്ക് ഡി ഇൻക്രീസ് ചെയ്യുക. ഡി ഇൻക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് കുറയും. കപ്പാസിറ്റൻസ് കുറഞ്ഞാൽ എടാ ഇതിൽ ഈ ഇക്വേഷൻ പ്രകാരം കപ്പാസിറ്റൻസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? വി എന്തെയും അവിടെ ഇൻക്രീസ് ആവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് കണക്ട് ചെയ്യാനുള്ള പ്രോബ്ലം അല്ല, ഒരു കൺസെപ്റ്റാണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇൻക്രീസ് ആവും അല്ലേ? ചേഞ്ച് ആവില്ല, പക്ഷെ എന്തായിരിക്കും? ഇൻക്രീസ് ആവും. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ ബാറ്ററി യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാണ്. എന്നിട്ട് ആ ബാറ്ററി ഒഴിവാക്കി കഴിഞ്ഞാൽ ചാർജ് കോൺസ്റ്റൻ്റ് ആവുമോ അതോ ചാർജ് എന്തായിരിക്കും? ഡിസ്കണക്റ്റ് ആവുമോ എന്നാണ് നമ്മൾ ചോദിച്ചത്. ബാറ്ററി ഡിസ്കണക്റ്റ് ആവുമ്പോൾ ചാർജിന് ഒരു എന്താവില്ല, ചാർജ് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ചാർജിനൊരു മാറ്റം സംഭവിക്കില്ല. അപ്പം അവിടെ എന്താണ്? പ്ലേറ്റിൻ്റെ സെപ്പറേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്റ്റൻസ് കൂടുകയാണ്. ഡിസ്റ്റൻസ് കൂടുമ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം, അതായത് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സി ഈസ് ഈക്വൽ ടു ε0 a/d ആണ്. ഡിസ്റ്റൻസ് കൂടുമ്പം അവിടെ കപ്പാസിറ്റൻസ് കുറയും. കപ്പാസിറ്റൻസ് കുറയുമ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസും കപ്പാസിറ്റൻസും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് എന്ത്? വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി. അപ്പോൾ അതിൽ സി എന്താണ്? കുറയാണ്. സി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താവും? കൂടും. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? ഇൻക്രീസസ് ഇൻക്രീസ്. ക്ലിയർ ആണല്ലോ ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് അഫക്ട് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ? നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് and area of the plates and dielectric constant of the medium between the plates and charge on the plate. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് ഫാക്ടർ താഴെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്? എന്താണ് അഫക്റ്റ് ചെയ്യാത്തത്? വിച്ച് ഡസ് നോട്ട് അഫക്റ്റ് കപ്പാസിറ്റൻസ്. നമ്മോട് ചോദിച്ചത് എന്തായിരുന്നു? കപ്പാസിറ്ററിലെ കപ്പാസിറ്റൻസിനെ എഫക്റ്റ് ചെയ്യാത്തത് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല. ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലായില്ലേ? നേരത്തെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഇത് രണ്ടും കണക്റ്റഡ് ആണ് കേട്ടോ, 7ഉം 8ഉം. ഇതിലെന്താണ് ഞാൻ പറഞ്ഞു? ചാർജിന് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ചാർജർ അവിടെ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ച ഡസ് നോട്ട് അഫക്റ്റ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ. അപ്പോൾ നമ്മളോട് ചോദിച്ച ചാർജിൻ്റെ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള സെപ്പറേഷൻ ചേഞ്ച് ആയ എന്തായിരിക്കും? കപ്പാസിറ്റൻസിൽ മാറ്റം വരും. ആൻഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ പ്ലേറ്റ്സ് ചേഞ്ച് ആയാലും മാറ്റം വരും. ആൻഡ് ഏരിയ ഓഫ് ദ പ്ലേറ്റ്സും മാറ്റം. അഫക്റ്റ് ചെയ്യാത്തത് ഏതാണ്? ചാർജ് ഓൺ ദ പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ചാർജ് ഓൺ ദ പ്ലേറ്റ് ആണ് ഇതിൻ്റെ ആൻസർ വരിക കേട്ടോ. അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 6, 7, 8 നമുക്ക് ഡിസ്കസ് ചെയ്തു. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ആൻ ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് EMF ഓഫ് എ പ്രൈമറി സെല്ല്. അതായത് നമ്മൾ ഏത് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ട്, അതായത് പ്രൈമറി സെല്ലിൽ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു EMFൻ്റെ മെഷർമെൻറ്റ് കിട്ടുക ഏത് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ്?
ആക്യുറേറ്റ് ആയിട്ട്. ഗാൽവനോമീറ്റർ ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്, പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. ഏതായിരിക്കും ആൻസർ വരിക? കണ്ടാൽ തന്നെ അറിയാം പൊട്ടൻഷ്യോമീറ്റർ അല്ലേ. ഗാൽവനോമീറ്റർ പറ്റുമോ? ആക്യുറേറ്റ് ആയിരിക്കില്ല. അമ്മീറ്ററും വോൾട്ട് മീറ്ററും ആയിരിക്കും. പക്ഷെ പൊട്ടൻഷ്യോമീറ്ററിൽ നമുക്ക് എന്തായിട്ട് കിട്ടും? EMF ഓഫ് ദ സെല്ല് പഠിച്ചതല്ലേ പൊട്ടൻഷ്യോമീറ്ററിൽ. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? പൊട്ടൻഷ്യോമീറ്റർ ആണ് കേട്ടോ. താഴെ തന്നിട്ടുണ്ട്. ആൻഡ് ദ ഡിവൈസ് യൂസ്ഡ് ഫോർ എൻ ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് ദ EMF ഓഫ് എ പ്രൈമറി സെല്ല് ആൻഡ് ദ ആൻസർ ഈസ് പൊട്ടൻഷ്യോമീറ്റർ. ബിക്കോസ് എന്തായിരിക്കും? ബിക്കോസ് ഇറ്റ് മെഷേഴ്സ് EMF വിത്തൗട്ട് ഡ്രോയിങ് കറണ്ട് ഫ്രം ദ സെല്ല്. ഓക്കെ, നമ്മൾ പഠിച്ചാണ് പൊട്ടൻഷ്യോമീറ്റർ എന്താണെന്നൊക്കെ അല്ലേ. അപ്പം നമ്മൾ നോക്കുക എന്താണ്? പൊട്ടൻഷ്യോമീറ്റർ ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിൻ്റെയാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണ്ട. പക്ഷെ എന്താ ആൻസർ അതൊന്ന് എടുത്തിട്ട് എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് താഴെ കേട്ടോ. ഓരോന്നിൻ്റെ ആൻസറിൻ്റെ താഴെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 10ാമത്തെ എന്താ? N equal resistance are first connected in series and then parallel. The ratio of the equivalent resistance Rs divided by Rp in the 2 cases will be എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാം. അതായത് കണക്ട് ചെയ്തിരിക്കുന്ന സീരീസും പാരലലും കണക്റ്റ് ആണ്. N ഈക്വൽ റെസിസ്റ്റൻസ് വഴിയാണ് അതെന്ത് ചെയ്യുന്നത്? സീരീസും പാരലലും കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ റേഷ്യോ ഓഫ് ദ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ്, അപ്പം സീരീസിലും പാരലലും ഉണ്ടാകുന്ന ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് Rs ഡിവൈഡഡ് ബൈ Rp ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചത് ഇങ്ങനെയാണ്. ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കാം കേട്ടോ. ഓപ്ഷൻസ് അതിനകത്ത് 1:n ഉണ്ട്, ആൻഡ് n:1 ഉണ്ട്, n:n² ഉണ്ട്, ആൻഡ് n²1 ഉണ്ട്. ആൻസർ ഈസ് എന്താണ്? n²1 ആയിരിക്കും വരിക കേട്ടോ. ഓക്കെ, അപ്പം N equal resistance are first connected in series and then parallel, and the ratio of equivalent resistance Rs divided by Rp എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് സീരീസ് ആണ് കണക്ട് ചെയ്തത്. സീരീസ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ സീരീസ് റെസിസ്റ്റൻസിന് Rs എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പം അതിൻ്റെ നമുക്കറിയാമല്ലോ, സീരീസ് ആവും കണക്ട് ചെയ്യുമ്പോൾ ഇൻറ്റു ആണ്, പാരലൽ ആകുമ്പോൾ നമ്മൾ ബൈ ആണ്. ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ സീരീസിൽ നമ്മൾ റെസിസ്റ്റൻസ്, സീരീസിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ N ഈക്വൽ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്? NR ആയിട്ടാണ് എടുക്കുക. പാരലലിൻ്റെ ആകുമ്പം N/R, ബൈ R വരും, മറ്റേ ഇൻറ്റു വരും കേട്ടോ, സീരീസും പാരലലും. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ റേഷ്യോ ആണ് എടുക്കുന്നത്. എന്താണ്? Rs ഡിവൈഡഡ് ബൈ Rp. ഇത് സബ്സ്ക്രിപ്റ്റ് ആണ് കേട്ടോ. Rs divided by Rp is equal to എന്ത് കിട്ടും? NR divided by R/N എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് എന്തായിരിക്കും? n² ആയിരിക്കും കിട്ടുക കേട്ടോ. n² ആയിരിക്കും ആൻസർ. ഇപ്പം n² എന്ന് കിട്ടി. അതായത് Rs ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ Rs റേസ് ടു Rp എന്നല്ലേ നമുക്ക് കിട്ടേണ്ടത്, റേസ് ടു. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് n²1 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് 10ാമത്തത് റെസിസ്റ്റൻസിൻ്റെ, അതായത് പാരലലും സീരീസ് കണക്ട് ചെയ്ത റെസിസ്റ്റൻസിൻ്റെ കേസസിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്. ക്ലിയർ ആണല്ലോ 10ാമത്തെ ക്വസ്റ്റ്യൻ? നമുക്ക് ഒന്നുകൂടെ പറയാം. അതായത് 6 തൊട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. 6 ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. E is equal to F/Q ആണ്. അത് വെച്ചിട്ട് ഓരോന്നിൻ്റെ ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നുടാ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ചാർജിൻ്റെ കേസ്. അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്ത് മാറ്റമാണ് വരിക എന്ന് പറഞ്ഞു? ഇൻക്രീസ് ആയിരിക്കും. ഇനി അടുത്തത് കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്ററിനെ അഫക്റ്റ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ചാർജ് ഓൺ ദ പ്ലേറ്റ് ആയിരിക്കും ആൻസർ വരിക. ആൻഡ് 9ാമത്തെ ഡിവൈസസ് ആണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു എന്ത് ചെയ്യുക? EMF തരാം. മെഷർമെൻറ്റ് ഓഫ് EMF ഓഫ് എ പ്രൈമറി സെല്ല് തരുന്ന പൊട്ടൻഷ്യോമീറ്റർ ആയിരിക്കും. ഇനി റെസിസ്റ്റൻസിൻ്റെ കേസ്, അതായത് എന്ത് സീരീസും പാരലലും N ഈക്വൽ റെസിസ്റ്റൻസ് ആകുമ്പോൾ അതിൻ്റെ എങ്ങനെയായിരിക്കും? അതായത് Rs ഡിവൈഡഡ് ബൈ Rp, അതായത് Rs/Rp ഇങ്ങനെയായിരിക്കും വരിക എന്നാണ് ചോദിച്ചത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എ കളർ ഇമേജ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ്. ദ കളർ നിയറസ്റ്റ് ടു ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ലെൻസ്. അതായത്
കളർ ഓഫ് ദ ഇമേജ്, നമ്മുടെ കോൺവെക്സ് ലെൻസിന് മുന്നിൽ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ കളറ്, ഒരു കളറുണ്ട്. അപ്പോൾ ആ കളർ എന്താണ്? ഈസ് നിയറസ്റ്റ് ടു ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ലെൻസ്. ലെൻസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ വരുന്ന ഇത്രയും കളറിൽ ഏതായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ വയലറ്റ് തന്നിട്ടുണ്ട്, ഗ്രീൻ തന്നിട്ടുണ്ട്, യെല്ലോ തന്നിട്ടുണ്ട്, റെഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതോ ആയിരിക്കടാ ആൻസർ വരിക? ആൻസർ വരിക റെഡ് ആയിരിക്കും കേട്ടോ. റെഡാണ് ആൻസർ, എക്സ്പ്ലെയിൻഡ് ആയുണ്ട് കേട്ടോ. And a color image of an object is formed by a convex lens and the color nearest to the optical center of the lenses is എന്തായിരിക്കും? ഡിസ്പേർഷൻ. നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ റേ ഒപ്റ്റിക്സിൽ ഏവല ഡിസ്പേർഷൻ, സ്കാറ്ററിങ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിൽ ഡിസ്പേർഷൻ കാരണം ഡ്യൂ ടു ഡിസ്പേർഷൻ ദ റെഡ് ലൈറ്റ് ലീസ്റ്റ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ ഒപ്റ്റിക്കൽ സെൻറ്ററിന് ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന ഇമേജ് എന്തായിരിക്കും? റെഡ് ഇമേജ് ആയിരിക്കും, റെഡ് കളറായിരിക്കും. എന്ത് കാരണമാണ് മക്കളെ? ഡിസ്പേർഷൻ കാരണമാണ് കേട്ടോ. അപ്പോൾ ഏതാണ് കളറ് വരിക? റെഡ് കളറായിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യനും കൂടെ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് യു മേക്ക് ഐഡൻറ്റിക്കൽ പ്രിസംസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാസസ് ആൻഡ് ദ ബോർഡ് ഗ്ലാസ് സ്പെക്ട്രം ഈസ് ഫോംഡ് ബൈ എ എന്നാണ് ചോദിച്ചത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസസിൻ്റെ തന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഒരു ബ്രോഡ്കാസ്റ്റ് സ്പെക്ട്രം തരുന്നത് ഏതിൽ? ബ്രോഡസ്റ്റ് സ്പെക്ട്രം തരുന്നത് ഏത് പ്രിസം ആയിരിക്കും എന്നാണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ നമുക്ക് സോഡോ ക്ലാസ് പ്രിസം, ഒന്നാമത്തെ സോഡ ക്ലാസ് പ്രിസം തന്നിട്ടുണ്ട്, ടോൺ ക്ലാസ് പ്രിസം തന്നിട്ടുണ്ട്, ഫ്ലിൻറ്റ് ക്ലാസ് പ്രിസം തന്നിട്ടുണ്ട്, ആൻഡ് ലാസ്റ്റ് ക്വാർട്സ് ക്ലാസ് പ്രിസം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇങ്ങനെയൊക്കെ വരച്ചിട്ട് പ്രിസം ഇതാ ഇങ്ങനെയാടാ പ്രിസം. ABC ഇതിൽ കുറേ ഡെറിവേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രിസം തന്നിട്ടുണ്ട്. അതിൽ ബ്രോഡസ്റ്റ് സ്പെക്ട്രം തരുന്നത് ഏത് പ്രിസം ആയിരിക്കും എന്നാണ് ചോദിച്ചത്. ആൻസർ ഈസ് ഫ്ലിൻറ്റ് ഗ്ലാസ് പ്രിസം ആയിരിക്കും ബ്രോഡസ്റ്റ് എന്ത് തരിക? സ്പെക്ട്രം തരിക. ഓക്കെ. ആൻഡ് ദ ഫ്ലിൻറ്റ് ഗ്ലാസ് പ്രിസം റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദ ഫ്ലിൻറ്റ് ഗ്ലാസ് ഹാസ് ഹയർ ഡിസ്പേഴ്സീവ് പവർ ഉള്ളതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? ബ്രോഡസ്റ്റ് സ്പെക്ട്രം നമുക്ക് തരും. ആൻഡ് പവർ കമ്പയർഡ് ടു ക്രോൺ, സോഡ ആൻഡ് ഗ്ലാസ്, മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിസ്പേഴ്സീവ് പവർ കൂടുതലുള്ളത് നമ്മുടെ ഫ്ലിൻറ്റ് ഗ്ലാസ്സിനാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? ബ്രോഡസ്റ്റ് സ്പെക്ട്രം തരും. ആൻഡ് ഡിസ്പേഴ്സീവ് പവർ ഈസ് ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു സെപ്പറേറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ കാരണം നമുക്ക് എന്ത് ചെയ്യും? അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് കിട്ടും, വേവ് ലെങ്തിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് കിട്ടും. ആൻഡ് ഹയർ ഡിസ്പേഴ്സീവ് പവർ റിസൾട്ട് എ ബ്രോഡസ്റ്റ്. ഇപ്പം നമുക്ക് കുറേ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ് ലെങ്തിലുള്ള ലൈറ്റ്സ് കിട്ടുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ബ്രോഡ് സ്പെക്ട്രം നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? ഫ്ലിൻറ്റ് ഗ്ലാസ് പ്രിസത്തിന് ഡിസ്പേഴ്സീവ് പവർ ഉള്ളത് കൊണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? അതിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈറ്റ് കിട്ടും. അങ്ങനെ ലൈറ്റ് കിട്ടുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? ബ്രോഡ് സ്പെക്ട്രം കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ 1 തൊട്ട് 5 വരെ കഴിഞ്ഞു. ഇനി ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 6 തൊട്ട് 12 വരെ. 6 തൊട്ട് 12 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. നോക്കുക ക്വസ്റ്റ്യൻസ്. 6ാമത്തേതാണ് ഡയമെൻഷൻ, 7ാമത്തേത് കപ്പാസിറ്ററിൻ്റെ കേസ്, ഇൻക്രീസ് ആവോ ഡിക്രീസ് ആവോ, പിന്നെ അഫക്റ്റ് ചെയ്യാത്ത ഏതാണ് കപ്പാസിറ്ററിൻ്റെ, പിന്നെ നമ്മൾ ആക്യുറേറ്റ് മെഷർമെൻറ്റ് തരുന്ന ഏതാണെന്ന് പഠിച്ചു, അതായത് പൊട്ടൻഷ്യോമീറ്റർ ആണ്. പിന്നെ നമ്മൾ സീരീസ് പാരലിൻ്റെ ഒരു എന്താ ഈക്വൽ റെസിസ്റ്റൻസിൻ്റെ ഒരു കേസ് പഠിച്ചു. പിന്നെ 11ാമത്തേത് കോൺവെക്സ് ലെൻസ്, കളർ ക്ലോസ് ആയിട്ട് വരുന്ന കളർ ഏതാ? റെഡ് കളറാണ്. ആൻഡ് പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ, 9ാമത്തെ അല്ല 12ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ബ്രോഡസ്റ്റ് സ്പെക്ട്രം തരുന്നതെന്നായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻ താഴെയുണ്ട്, നോക്കുക കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് 13 തൊട്ട് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 6 തൊട്ട് 12 വരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. താങ്ക് യു.